നമ്മളൊരു ഒരു ടി വി കാണുന്നുണ്ടെങ്കിൽ ആ ടി വിയിൽ ഉണ്ടാകുന്ന വാർത്തകളോ ചർച്ചകളോ സീരിയലുകളോ പോലും നമ്മുടെ ഇൽനെസ്സിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അത് നമ്മുടെ ബോഡി ആണെങ്കിലും നമ്മുടെ മൈൻഡ് ആണെങ്കിലും ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആർക്കും കഴിയില്ല. അതൊരു സർക്കാർ വിചാരിച്ചിട്ട് കാര്യമില്ല. മറ്റേ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ടിനും അത് പറ്റില്ല. അത് എന്നെ എന്നെ അതിലേക്ക് കൊണ്ടുപോകണം, വെൽനെസ്സിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് ഞാൻ തന്നെ തീരുമാനിക്കണം. ഞാനത് തീരുമാനിക്കണമെങ്കിൽ എന്താണ് വെൽനസ് എന്നുള്ളതിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് അറിയണം. അത് അറിയണമെങ്കിൽ ഞാൻ ഇതുപോലെ കുറച്ച് സമയം ഈ വെൽനസ്സിൽ ജീവിക്കുന്ന, വെൽനസ്സുമായി സംസാരിക്കുന്ന, വെൽനസ്സിനെ കുറിച്ച് പഠിച്ച് അതുമായി ബന്ധപ്പെട്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള സെഷനുകളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തോ ഞാൻ ചെന്നൊന്ന് ഇരുന്ന് കൊടുക്കണം. അതായത് എൻ്റെ സമയം ഞാൻ അവിടെ നിക്ഷേപിക്കണം. ആ സമയം അവിടെ നിക്ഷേപിക്കാൻ തയ്യാറായില്ലെങ്കിൽ എനിക്കൊന്നിനും സമയമില്ല എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ആളുകൾ, ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഈ ലിങ്ക് അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അയ്യോ ആ സമയം എനിക്ക് പറ്റില്ല, ഈ സമയം എനിക്ക് പറ്റില്ല എന്ന്. പറ്റുന്ന സമയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്ന സമയം എല്ലാം കഴിഞ്ഞ് ആശുപത്രിയിൽ പോയിട്ട് കിടക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സമയം ഉണ്ടാവും. ഇതാണ് അവസ്ഥ. അപ്പം ഇവിടെ നമ്മൾക്ക് ശരിയായ രീതിയിൽ ജീവിക്കണമെങ്കിൽ വെൽനസ് എന്നുള്ളത് എന്താന്നുള്ളത് നമ്മൾ അറിഞ്ഞേ പറ്റൂ. അതിന്റെ ഒരു ബാലപാഠം എന്നല്ല ഞാൻ പറയുന്നത്, അതിലെ കൂടി കുറച്ച് അപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെ ഒരു വെൽനസ് ലൈഫ് നമുക്ക് കൊണ്ടുപോകാം, എങ്ങനെ നമ്മുടെ കുടുംബത്തെ ഒരു വെൽനസ് ഫാമിലി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം, എങ്ങനെ നമ്മുടെ വീടിനെ ഒരു വെൽനസ് വീടായിട്ട് നമുക്ക് കൊണ്ടുപോകാം, തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതൊരു ഫ്രീ ലിങ്ക് ആയതുകൊണ്ടാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഷാജി സാറേ, ഇതിനൊക്കെ ഒരു 500 rupees എങ്കിലും ഫീസ് വാങ്ങിയിട്ട് ഈ പണി ചെയ്യാവൂ എന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട്. കാരണം ആളുകൾക്ക് ഫ്രീ കിട്ടുന്ന ഒന്നിനും വിലയില്ല. സൗജന്യമായിട്ട് കൊടുത്ത് 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 ആളുകളെ ഒന്നിനും പറ്റാത്ത ഒരു സമൂഹമാക്കിയിട്ട് നമ്മുടെ സമൂഹത്തെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, നമുക്കൊന്നും പുറത്തു പറയാൻ പാടില്ല. പക്ഷേ സത്യം അതാണ്, സത്യമാണല്ലോ നമുക്ക് പുറത്ത് പറയാൻ പാടില്ലാത്തത്. അപ്പൊ ഇവിടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഒരു മണിക്കൂർ സമയം അല്ലെങ്കിൽ ഒരു 40-45 മിനിറ്റ് സമയം ഷാജി സാർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സംസാരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു 40 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 4 മണിക്കൂർ സമയമെങ്കിലും ഹോംവർക്ക് ചെയ്തെടുത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൻ സെഷനുകൾ 10,000-ങ്ങളോ ലക്ഷങ്ങളോ കൊടുത്ത് അറ്റൻഡ് ചെയ്ത്, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ആയിരക്കണക്കിന് വില വരുന്ന പുസ്തകങ്ങൾ വായിച്ച്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഡോക്ടേഴ്സിന്റെയോ അതുമായിട്ടുള്ള വിദഗ്ധരുടെയോ സെഷനുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് ഇത് സമാഹരിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന വളരെ വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. നമുക്കൊരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ കിട്ടില്ല, ഇത് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ കിട്ടില്ല, ഇത് മറ്റെവിടെ ചെന്നാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ പഠിക്കുന്ന ഒരു പാഠഭാഗത്തിലും ഇതില്ല. അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുള്ള ആളുകളാണല്ലോ എല്ലാവരും, നമ്മളെല്ലാവരും. RAS, റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന ഒരു വാക്ക് ഏതെങ്കിലും ഒരു ബയോളജി ടീച്ചർ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എന്താ പറയാത്തത്? അറിയില്ല, ടീച്ചർക്ക് അറിയില്ല, കാരണം അവരത് കൈകാര്യം ചെയ്യണില്ല. അത് തന്നെയാണ് കാര്യം. അവിടെ നമ്മൾ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, പരീക്ഷ പാസ്സാവുന്നു, തോൽക്കുന്നു, അതോടുകൂടി ആ പുസ്തകം അവിടെ ഇട്ട് നമ്മൾ പോരുന്നു. ജീവിതത്തിലേക്ക് അത് പകർത്താൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ അത് ജീവിതത്തിലേക്ക് പകർത്തുന്നതാണ് ഇത്തരം സെഷനുകൾ. ഇത് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ലക്ഷ്യങ്ങളെ നമുക്ക് നമ്മളുടെ നല്ല കാര്യത്തിന് വേണ്ടി നമ്മുടെ മക്കളോടൊപ്പം എൻജോയ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതില്ല എങ്കിൽ സംഭവിക്കാൻ പോണത് എന്തായിരിക്കും? നിങ്ങൾ എത്ര അധ്വാനിച്ചുണ്ടാക്കിയാലും അതെല്ലാം ഒരു ഡോക്ടർക്കോ ആശുപത്രിയിലോ മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ലാബുകളിലോ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇന്ന് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ഫാമിലിയെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയാൽ അതായിരിക്കും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ചാരിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്റെ പേര് മണിരഥൻ. ഞാൻ കൊണ്ടോട്ടി, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ്. 35 വർഷം സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നു. 2018 സർക്കാർ സർവീസ് കഴിഞ്ഞതാണ്. പക്ഷെ സർവീസ് കഴിഞ്ഞ് എന്റെ കൂടെ 4 പേർ റിട്ടയർ ചെയ്ത് 4 പേരും വീട്ടിലിരിക്കുന്നുണ്ട്. ആഴ്ചയിൽ അവർ PSC ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അറിയാലോ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്. ഇന്ന് ഞാൻ ആ റിട്ടയർ ചെയ്ത 2018 ജൂൺ 30 റിട്ടയർ ചെയ്തു. ഞാൻ പറഞ്ഞു, എന്റേത് റിട്ടയർ അല്ല, ഞാൻ എന്റെ റീസ്റ്റാർട്ടാണ്. അടുത്ത 1-ാം തീയതി തന്നെ, അടുത്ത ദിവസം മുതൽ തന്നെ ഞാൻ വേറെ പല പരിപാടികളുമായിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇന്നും ആ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ എൻജോയ് ചെയ്യുന്നു. എന്റെ കുടുംബത്തിൽ അതിന്റെ മാറ്റം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു.
എല്ലാ മേഖലയിലും, അത് ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഹെൽത്ത് ആണെങ്കിലും എല്ലാത്തിലും നമുക്ക് ആ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. ആ ഒരു മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സെഷൻ നമ്മൾ ഇതുപോലെ ഞായറാഴ്ച സംഘടിപ്പിക്കുന്നത്. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സൗഹൃദത്തിൽപ്പെട്ട ഒരു 10 പേർക്കെങ്കിലും ഈ ലിങ്ക് അയച്ചു കൊടുത്ത് അവരൊന്നും ചെയ്യേണ്ട, അവരിതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം എന്നുള്ള ഒരു പ്രാഥമിക അറിവെങ്കിലും നമുക്ക് കിട്ടാൻ ഈ ഒരു സെഷൻ നമുക്ക് ഉപകരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവ്വം ഇരിക്കുകയല്ല ഞാൻ പറയുന്നത്, നിങ്ങളൊരു നോട്ട് ബുക്ക് എടുക്കുക, ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. കാരണം ഈ കിട്ടുന്ന ഓരോ വാക്കുകളും നിങ്ങൾക്ക് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ. അതിനെ ആ അർത്ഥത്തിൽ നിങ്ങൾ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യുന്നില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് ഇരുന്നു കൊണ്ട് ഇത് അറ്റൻഡ് ചെയ്യുക, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇത് നമ്മുടെ വരും തലമുറയ്ക്ക് വരെ ആവശ്യമുള്ള കുറെ ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അതിനെ ആ രീതിയിൽ തന്നെ നിങ്ങൾ കാണണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാജി സാറിനെ ഞാൻ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു മണിരതൻ സാർ. വളരെ മനോഹരമായ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു സ്വാഗതം ആശംസിച്ചതിന്. യഥാർത്ഥത്തില് 2 PSC ടെസ്റ്റുകൾ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇന്ന് മനസ്സിലായി. നമ്മുടെ നാട്ടിലെ ആൾക്കാര്, ചെറുപ്പത്തിലുള്ള ആൾക്കാർ, അതായത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാര് PSC ടെസ്റ്റിന് വേണ്ടി ഓടി നടക്കുന്നു. പ്രായമുള്ള ആൾക്കാർ അവര് വേറൊരു PSC ടെസ്റ്റ് ചെയ്യുന്നു. പ്രഷർ, കൊളസ്ട്രോള്, അല്ലെ? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്. ഓക്കെ, അത് വളരെ നല്ലൊരു അനലോജിയാണ്. എനിവേ, സോ താങ്ക് യു സോ മച്ച്. ഇപ്പോ നേരത്തെ മണിരതൻ സാർ പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് ഫ്രീ കിട്ടുന്നതിനൊന്നും വലിയ വിലയുണ്ടാവില്ല. ഇതുപോലെയാണ് ഇപ്പൊ നമ്മുടെ പ്രശ്നം. നമ്മുടെ ആരോഗ്യം നമുക്ക് ഫ്രീ കിട്ടിയതാ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി, ശരീരം നമുക്ക് ഫ്രീ കിട്ടിയതാ. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ വിലയൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇപ്പൊ മാർക്കറ്റിലൊക്കെ ഒരു വാല്യൂ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ വലിയ കച്ചവടം നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദിവസേന പേപ്പറിലൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 100-300 കോടി രൂപയൊക്കെ വാല്യൂ ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിന്റെ. അപ്പൊ അത്രമാത്രം വാല്യൂ ഉള്ള ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ നടക്കുന്നത്, കൊണ്ടു നടക്കുന്നത്. പക്ഷെ അത് നമുക്ക് ഫ്രീ കിട്ടി എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ അതിനൊരു വില കാണാത്തത്. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ അത് വിലമതിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ എൻ്റെ വലിയ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാര്യം മറ്റു കാര്യങ്ങളൊക്കെ, ഫുട്ബോളും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ഒരു ഞായറാഴ്ച സായാഹ്നം നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നത് നിങ്ങൾ വ്യത്യസ്തരാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാന എന്താ പറയുക, ഒരു തെളിവാണ്. എന്തായാലും എല്ലാവരെയും നമ്മുടെ സൺഡേ വെൽനസ് ഗ്ലോബൽ സൂം സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മള് ഇപ്പോ നേരത്തെ മണിരതൻ സാർ പറഞ്ഞ വെച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ലളിതമായ ഒരു ചോദ്യം. പൊതുവെ നമ്മൾ ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ടൈപ്പ് ചെയ്യൂ. ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ, ഹോസ്പിറ്റല്, മരുന്നുകള്, ഇതൊക്കെ തന്നെയല്ലേ? അതെ, ഡോക്ടർ, അല്ലേ? മരുന്നുകൾ, ഹോസ്പിറ്റലുകൾ. പക്ഷേ ഏറ്റവും ഒരു കൈപ്പേറിയ സത്യം എന്ന് പറയുന്നത്, ഈ കാണുന്ന ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും മരുന്നുകളും ഒന്നും യഥാർത്ഥത്തിൽ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതല്ല. അത് രോഗപരിപാലനത്തിന് വേണ്ടിയുള്ളതാണ്. ഡിസീസ് മാനേജ്മെന്റ്. അസുഖം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ചികിത്സിക്കണം എന്ന് നോക്കാനാണ് ആ സിസ്റ്റം. ഒരു രോഗമോ ഒരു അപകടമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ചികിത്സിക്കണം എന്നതാണ് ആ സിസ്റ്റം നോക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈല് അല്ലെങ്കിൽ മറ്റുള്ള ECG, ഇതൊക്കെ എല്ലാം നോർമലാണ് എന്നാണ് കാണാം. ഒരു ടെസ്റ്റ്, ഒരു ഡയഗ്നോസ്റ്റിക് ലാബിലോ ഒരു ഹോസ്പിറ്റലോ ലാബിലോ നമ്മൾ ചെന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ടെസ്റ്റ് ചെയ്യും. ആ ലാബുകാർ തരുന്ന ഒരു റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ വെച്ച് നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു, അല്ലെങ്കിൽ ആളുകൾ മരിച്ചു വീഴുന്നു. നോർമൽ റിപ്പോർട്ടുകളാണ്, പക്ഷെ അബ്നോർമൽ മരണങ്ങളാണ്.
അതായത് നമ്മുടെ സാധാരണ ബ്ലഡ് ടെസ്റ്റുകളിൽ പോലും കാണാത്ത എന്തോ വലിയ തകരാറുകൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ പുകഞ്ഞ് പുകയുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം, സ്വന്തം ആരോഗ്യത്തിന്റെ യഥാർത്ഥ ഉത്തരവാദിത്വം ആർക്കാണ്? ഒരു ഡോക്ടർക്കാണോ, ആശുപത്രികൾക്കാണോ, ഗവൺമെന്റിനാണോ, മറ്റാർക്കെങ്കിലും ആണോ? ഇത് ആർക്കുമല്ല. ഇത് നമുക്ക് ഓരോരുത്തർക്കുമാണ്. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമുക്കൊരു രോഗം വരാതെ ആ യഥാർത്ഥ ആരോഗ്യം അല്ലെങ്കിൽ ഒരു വെൽനസ്, ഇത് എവിടെയാണ് ഇത് ഒളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഇത് സംരക്ഷിക്കുക? ഞാനൊരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇന്ന് നമ്മുടെ കയ്യിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ള, എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ശക്തമായ ടൂളുകളുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിയുള്ളത് എന്ന് പറയാനായിട്ട് ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും നന്നായിട്ട് പറഞ്ഞു തരാൻ കഴിയുന്ന AI ടൂളുകളുണ്ട്. അപ്പൊ അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് AI. ഓക്കെ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. യു നീഡ് ടു നോ ഹൗ ടു ആസ്ക് ബെറ്റർ ക്വസ്റ്റ്യൻസ്. നല്ല ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഷുഗറിന് എന്ത് കഴിക്കണം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഷുഗർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങളുടെ ബ്ലഡിൽ ഷുഗർ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പ്രമേഹ രോഗിയായി, ഒരു രോഗിയായി എന്നാണ് അർത്ഥം. അപ്പൊ ഷുഗറിന് എന്ത് കഴിക്കണം, കൊളസ്ട്രോളിന് എന്ത് കഴിക്കണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ. യഥാർത്ഥത്തിൽ അതാണ് തെറ്റായ ചോദ്യം. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ഒരു 5 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യ ശരീരത്തിലെ ക്രോണിക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രീഷണൽ റേഷ്യോ എന്താണ്? ഇത് നിങ്ങൾ ഗൂഗിൾ AI ചോദിക്കുക. ഓക്കെ, ഗൂഗിളിനകത്ത് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇൻഫർമേഷൻ കയറ്റിയിടാൻ പറ്റും. ഞാൻ പറയുന്ന ഗൂഗിളിനോടല്ല, ഗൂഗിൾ തന്നെ AI മോഡ് എന്ന് പറയുന്ന ഒരു മോഡിലിടുക, അല്ലെങ്കിൽ ChatGPT അങ്ങനെയുള്ള AI ടൂളുകൾ എടുക്കുക. ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: മനുഷ്യ ശരീരത്തിൽ ക്രോണിക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന, അപ്പൊ രോഗങ്ങൾ ഉണ്ടാവുന്നതാണ് നമുക്ക് ആ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ എങ്കിൽ ഈ ചോദ്യം നമ്മൾ ചോദിക്കുക, ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രീഷൻ റേഷ്യോ ഏതാണ്? AI തരുന്ന മറുപടി നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ, അതായത് കോശങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന മെക്കാനിസം എന്ന് പറയുന്നത് ഇതാണ്. രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രീഷണൽ റേഷ്യോ ആയിട്ട് നമുക്ക് ഇന്ന് കണക്കാക്കുന്നത് omega-6 to omega-3 റേഷ്യോ ആണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇതെന്താണ് ഈ omega-6 to omega-3 റേഷ്യോ? ഇത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷനെ, അതായത് ഇപ്പൊ നമ്മൾ നീർക്കെട്ട്, വീക്കം എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു സ്വിച്ചാണ്. ഇത് സയൻസ് റെക്കമെൻഡ് ചെയ്യുന്നത് 3:1 ആയിരിക്കണം എന്നാണ്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലെ ശരാശരി എന്ന് പറയുന്നത് 47:1 അല്ലെങ്കിൽ 50:1 എന്നൊക്കെ പറയുന്ന തികച്ചും അപകടകരമായ അവസ്ഥയിലാണ്. ഈ ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് നമ്മൾ ചോദിക്കേണ്ടത്, എന്താണ് omega-3 ഇൻഡെക്സ്? അതിന്റെ പ്രാധാന്യം എന്താണ്? omega-3 ഇൻഡെക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്ലഡില്, നമ്മുടെ ശ്വേതരക്താണുക്കളിൽ എത്രത്തോളം omega-3 ഉണ്ടെന്ന് അളക്കുന്ന ഒരു ടെസ്റ്റാണ്. ഈ ഇൻഡെക്സ് കുറയുമ്പോൾ, ഇത് 8% മുകളിലാണെങ്കിൽ നമ്മൾ ഒരു സംരക്ഷണ റേഞ്ചിലാണ്, ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളിൽ നിന്നൊരു 50 മുതൽ 90% വരെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് 8%ലേക്ക് താഴെ വരുമ്പോൾ നമ്മളൊരു മോഡറേറ്റ്, ഒരു റിസ്ക് സോണിലേക്ക് കടന്നു. 4% താഴെയാണെങ്കിൽ അതീവ അപകടകരമായ ഒരു അവസ്ഥയിലാണ്, വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇത് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. omega-3 എന്താണ്, omega-3 ഇൻഡെക്സ്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിക്കും. മൂന്നാമത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം,
എന്താണ് സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി? സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഇത് നമ്മുടെ കോശങ്ങളുടെ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഈ കോശങ്ങൾ. കാര്യം നമ്മളൊക്കെ ഒരൊറ്റ ആളാണെങ്കിലും നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ഇന്ന് സയൻസ് പറയുന്നത് 37 ട്രില്യൺ കോശങ്ങളാണ് എന്നാണ്. 37 ട്രില്യൺ. അതായത് 37 ട്രില്യൺ കോശങ്ങളും നമുക്ക് വേണ്ടി 24 മണിക്കൂർ രാപ്പകലില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കോശങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു വലയമുണ്ട്. അതിനെയാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുക. ഈ കോശങ്ങളുടെ ആ ഒരു ഭിത്തികൾ എത്രത്തോളം മൃദുവാണ് എന്നതാണ് ഈ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കട്ടിയായാൽ, ഈ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ എത്ര നല്ല വിറ്റമിൻസോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളോ നമ്മൾ ലഭിച്ചാലും ഇതൊന്നും ശരീരത്തിനുള്ളിലേക്ക് എത്തില്ല. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഒരു ലാബിൽ നമ്മൾ ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും ടെസ്റ്റ് ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളെല്ലാം തന്നെ ലിപ്പിഡ് പ്രൊഫൈല്, സാധാരണ റുട്ടീൻ ബ്ലഡ് ചെക്കപ്സ്, ഇതെല്ലാം തന്നെ ഒരു രോഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ രോഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കലല്ല നമുക്ക് ആവശ്യം, ആരോഗ്യമുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ആരോഗ്യമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റുകളാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ആരോഗ്യം പുറമേ അല്ല, ആരോഗ്യം ഡീപ്പ് ഇൻസൈഡ് ആണ്. നമ്മുടെ കോശങ്ങളുടെ ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യം. കാരണം ഇവരാണ് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് 24/7. നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ ഒരു കോശത്തിനുള്ളിൽ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബയോകെമിക്കൽ പ്രോസസ്സുകൾ, ജൈവരാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ കോശങ്ങളുടെ ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യത്തെ നിശ്ചയിക്കുക. അതായത് കോശങ്ങൾ ടിഷ്യൂസിന്റെ ആരോഗ്യത്തെ നിശ്ചയിക്കുന്നു, ടിഷ്യൂസ് ഓർഗന്റെ ആരോഗ്യത്തെ നിശ്ചയിക്കുന്നു, ഓർഗൻസിന്റെ ആരോഗ്യം സിസ്റ്റത്തിന്റെ ആരോഗ്യത്തെ നിശ്ചയിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ മനുഷ്യന്റെ മൊത്തത്തിലൊരു ആരോഗ്യം നിശ്ചയിക്കുക. അപ്പൊ ഈ കോശതലത്തിൽ വരുന്ന ഈ പ്രയാസങ്ങൾ, അതാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മൾ ആരോഗ്യം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. നമ്മൾ രോഗമുണ്ടോ എന്ന് നോക്കി ഈ രോഗം വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ പോവുക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നാണ്. So we need to know before we become sick. അപ്പൊ ഈ ഒരു മൂന്നാമത്തെ ഒരു ടെസ്റ്റ് അതാണ്. നാലാമത്തെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാവുന്ന ഒരു ടെസ്റ്റ് എന്താണ്? ഫാസ്റ്റിംഗ് ഇൻസുലിൻ. അതായത് സാധാരണ നോക്കുന്ന വെറുതെ നമ്മളൊരു ഷുഗർ ലെവൽ അല്ല. നിങ്ങൾ ഇതൊക്കെ ഗൂഗിൾ ചെയ്യോട് ചോദിക്കാം, എന്താണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ, അതിന്റെ പ്രാധാന്യം എന്താണ്? കാര്യം ഇത് നമ്മൾ വെറുതെ ഒരു ഷുഗർ ലെവൽ അല്ല. അതായത് ഈ പ്രമേഹം പോലെയുള്ള അസുഖങ്ങൾ വരാൻ പോകുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിങ്ങളുടെ മെറ്റബോളിസം തകരാറിലാവുന്നുണ്ടോ എന്ന് കാണിച്ചു തരുന്ന യഥാർത്ഥ സൂചനകളാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടത് എന്താണ് ഗട്ട് ഡിസ്ബയോസിസ്? ഗട്ട് ഡിസ്ബയോസിസ് എന്താണ്? അങ്ങനെ പറഞ്ഞാൽ അതായത് നമ്മുടെ വയറിനുള്ളിൽ, നമ്മുടെ ഗട്ടിനുള്ളിൽ കോടിക്കണക്കിന് നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഉണ്ട്. അവരാണ് നമ്മുടെ ഗട്ടിനെ നിയന്ത്രിക്കുന്നത്. ഇന്ന് നമ്മുടെ ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു കമാൻഡ് സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതില് നല്ല ബാക്ടീരിയകൾ ഇല്ലാതാവുകയും ചീത്ത ബാക്ടീരിയകൾ പെരുകി വരുന്ന ഒരു അവസ്ഥയുമാണ്. ഇതാണ് നമ്മുടെ പ്രതിരോധ ശേഷിയെ തകിടം മറിക്കുന്ന ഒരു പ്രധാന മറ്റൊരു വില്ലൻ. അപ്പൊ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ നോക്കുന്നത് മുഴുവൻ രോഗമുണ്ടോ എന്നാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ പ്രതിദിനം 402 ആൾക്കാർ രോഗം വന്ന് മരിക്കുന്നത്. രോഗം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് തിരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പൊ ഒരു രോഗങ്ങളെ ചികിത്സിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് ആരോഗ്യം നോക്കിയിട്ട് കാര്യമില്ല. ആരോഗ്യം നോക്കണമെങ്കിൽ നമ്മൾ ഇതെല്ലാം മുൻകൂട്ടി അറിയണം. ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന റേഷ്യോസ്. എന്താണ് omega-3, omega-6 to omega-3 റേഷ്യോ, omega-3 ഇൻഡെക്സ് എന്താണ്, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്താണ്, ഇതെല്ലാം നമ്മൾ അറിയണം. ഈ omega-6 to omega-3 റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ് ഇതിന്റെ ഒരു ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ സയൻസ് നിർദ്ദേശിക്കുന്ന അനുപാതം. 3:1 താഴെ ആയിരിക്കുക എന്നുള്ളതാണ്.
ഏറ്റവും നല്ല അനുപാതം എന്ന് പറയുന്നത് 1:1 കാരണം ഈ ഒമേഗ 6 എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓൺ ചെയ്യുന്ന ഒരു സ്വിച്ച് ആണെങ്കിൽ ഇൻഫ്ലമേഷനെ ഓഫ് ചെയ്യുന്ന സ്വിച്ചാണ് ഒമേഗ 3 എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരേ അനുപാതത്തിൽ ഉണ്ടാവേണ്ടത്. ഇത് 4:1 മുകളിലേക്ക് പോയാൽ തന്നെ ഇതൊരു മുന്നറിയിപ്പാണ്. ഇത് 10-15 മുകളിൽ വന്നു കഴിഞ്ഞാൽ വളരെ അതീവ അപകടകരമാണ്. നിങ്ങൾക്ക് ഇത് ശരിയാവാതെ ഇത് ശരിയാക്കാതെ ഈ റേഷ്യോ നിങ്ങൾക്ക് 3:1 താഴത്തേക്ക് കൊണ്ടുവരാതെ നിങ്ങളുടെ ശരീരത്തിൽ രോഗങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന കാര്യം മനസ്സിലാക്കുക. കാര്യം ഈ കോശങ്ങൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം ഇതാണ്. നമ്മുടെ ശരീരത്തിൽ ഇന്ത്യൻ ശരാശരി എന്ന് പറയുന്നത് 47 മുതൽ 50:1 വരെയൊക്കെയാണ്. സോ ദിസ് ഈസ് ദ പ്രോബ്ലം. അപ്പൊ ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒമേഗ 3 ഇൻഡെക്സ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ ഒരു 8% മുതൽ 12% വരെ ബ്ലഡിൽ നിലനിർത്തണം. ഈ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി നമുക്ക് 3:1 താഴെ നിൽക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലിൻ അളവ്, ഗട്ട് ഡിസ്ബയോസിസ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കറക്റ്റ് ചെയ്യേണ്ടത്. കാര്യം ഈ ഇംബാലൻസുകളിൽ നിന്ന് ഈ ഒമേഗ 6 ടു ഒമേഗ 3 റേഷ്യോ ഒരു അൺബാലൻസ്ഡ് റേഷ്യോയിലേക്ക് വരുമ്പോൾ, ഒമേഗ 3 ഇൻഡെക്സ് കുറയുമ്പോൾ, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെടുമ്പോൾ ഇതിൽ നിന്ന് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇത് നമ്മുടെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നു. നമ്മുടെ രക്തക്കുഴലുകളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നു. രക്തക്കുഴലുകൾക്കുള്ളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അതുവഴി രക്തക്കുഴലുകൾ അടയുന്നു. നമുക്കത് ഹൃദ്രോഗം അതുപോലെയുള്ള മറ്റു പ്രയാസങ്ങൾ, സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് മസ്തിഷ്കാരോഗ്യം, ഓർമ്മക്കുറവ്, ഡിപ്രഷൻ, അൽസൈമേഴ്സ് ഡിസീസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ദെൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് കോശങ്ങളിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ ആഗിരണത്തെ തടസ്സപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ എനർജി പ്രൊഡക്ഷൻ നടക്കാതാവുന്നു. എപ്പോഴും ക്ഷീണം, ബ്ലഡിൽ എപ്പോഴും ഷുഗർ കൂടി നിൽക്കുന്നു, പ്രമേഹ രോഗിയാവുന്നു. അതുപോലെ തന്നെ ക്രോണിക് ഇൻഫ്ലമേഷൻ, മിക്ക ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ഇതാണ്, ക്രോണിക് ഇൻഫ്ലമേഷൻ. ഇതിനെ ശരിയാക്കാതെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ രോഗങ്ങളിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ആരോഗ്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ഈ പിക്ചറിൽ നോക്കുക. അതായത് അമിതമായിട്ടുള്ള ഈ പറയുന്ന ഫാറ്റ്, ഇപ്പൊ നമുക്കറിയാം ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ട പോഷകങ്ങൾ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെയാണ്. ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത കൊഴുപ്പാണ് നമ്മുടെ ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ ലഭിക്കുന്നതെങ്കിൽ, എസ്പെഷ്യലി ഒമേഗ 6 ഒക്കെ കൂടുതലാണ് ലഭിക്കുന്നതെങ്കിൽ, ഈ കോശങ്ങളുടെ ആവരണം ഇത് പതിയെ പതിയെ അതിന്റെ മൃദുത്വം നഷ്ടപ്പെട്ട് അത് കട്ടിയുള്ള ഒരു ആവരണമായിട്ട് മാറും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് കഴിച്ചാലും ഈ കോശങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കില്ല. കോശങ്ങൾക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷവസ്തുക്കളെ അല്ലെങ്കിൽ ടോക്സിൻസിനെ, ബയോളജിക്കൽ വേസ്റ്റിനെ പുറന്തള്ളുന്നതിനും കോശങ്ങൾക്ക് സാധിക്കാതെ വരും. സ്വാഭാവികമായിട്ട് കോശങ്ങൾ കേടാവാൻ തുടങ്ങും. ഇങ്ങനെ ഒരു വലിയ അളവിൽ കോശങ്ങൾ കേടാവുന്നതിലൂടെയാണ് അത് ടിഷ്യൂ ലെവലിലേക്കും അതുപോലെ തന്നെ ടിഷ്യൂസിൽ നിന്ന് അത് ഓർഗൻ ലെവലിലേക്കും സബ്സിക്വന്റ്ലി നമ്മൾ രോഗിയായിട്ടും മാറുക. ഇതൊക്കെ 5, 10, 15 വർഷങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉടലെടുക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഗട്ട് ഡിസ്ബയോസിസ്, ഗട്ട് ഇമ്മ്യൂൺ ആക്സസ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ 70% പ്രതിരോധ ശേഷിയും കുടലിലാണ്, നമ്മുടെ ഗട്ടിലാണ്. കോടാനുകോടി ബാക്ടീരിയ, ഫംഗസ്, വൈറസ് പോലെയുള്ള സൂക്ഷ്മ അണുക്കളുടെ ഒരു വലിയ ആവാസ വ്യവസ്ഥയാണ് ഓരോ മനുഷ്യ ശരീരത്തിലുള്ള നമ്മുടെ ഗട്ടും. ഓക്കെ, വയറെന്ന് പറയുന്നത് ആ ഒരു ഇക്കോസിസ്റ്റമാണ്. ഇതിനകത്താണ് നമുക്ക് ഈ പറയുന്ന നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചീത്ത ബാക്ടീരിയകളാണ് കൂടുതലുള്ളതെങ്കിൽ അത് ശരീരത്തിന് സ്ട്രെസ് സിഗ്നലുകൾ ഉണ്ടാക്കും. അതായത് ഗട്ട് ലൈനിങ്, നമ്മുടെ ഗട്ടിന്റെ ആ ഒരു ലൈനിങ് ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ലൈനിങ് ആണ്. അത് കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നല്ല സാധനങ്ങൾ പ്രവേശിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മോശം സാധനങ്ങളെ ഗട്ടിന് തടയാൻ, പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ ഗട്ട് ലൈനിങ് മോശമായി കഴിഞ്ഞാൽ ഈ ഗട്ടിൽ നിന്ന് മോശം വസ്തുക്കൾ, വിഷവസ്തുക്കൾ നമ്മുടെ ബ്ലഡിലേക്ക് പ്രവേശിക്കും. ഇതൊക്കെ തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനെ തകരാറിലാക്കും, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന് കാരണമാകും. അപ്പോ എങ്ങനെയാണ് ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുക? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഈ കോശ തലത്തിലുള്ള ഈ പ്രശ്നങ്ങൾ
omega 6 to omega 3 റേഷ്യോ, omega 3 ഇൻഡെക്സ്, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രൊട്ടക്ഷൻ വാല്യൂ, അതുപോലെ തന്നെ അരാക്കിഡോണിക് ആസിഡ് ലെവൽസ്, മെന്റൽ സ്ട്രെങ്ത് പോലെയുള്ള മെക്കാനിസങ്ങൾ, ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തേ പറ്റൂ. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ ഗട്ടിന്റെ പ്രവർത്തനം, ഗട്ട് ഇംബാലൻസ്. ഇത് പ്രതിരോധ സംവിധാനത്തിലെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടി വരുന്നതാണ് ശരീരത്തിൽ ക്രോണിക് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇതിങ്ങനെ അതാ പാസ്വേഡ് ഒന്ന് മാറ്റിയിട്ടാ മതി. വളരെ നിശബ്ദമായിട്ടാണ് ഇത് തുടങ്ങുന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ. ഇതൊരു 10-20 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രക്രിയ, ഈ കേടുപാടുകളിലൂടെ പതിയെ പതിയെ നമുക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമാവും. അപ്പൊ ഇതാണ് ഒരു സൈലന്റ് കില്ലർ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്. ലക്ഷണങ്ങൾ കാണിക്കാൻ ഒരുപക്ഷെ വർഷങ്ങൾ എടുത്തേക്കാം. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾ കേട്ടിട്ട് ഇതെന്തോ ഒരു വലിയൊരു മെഡിക്കൽ ക്ലാസ് ആണ് എന്നൊന്നും ആരും പേടിക്കണ്ട. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനായിട്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വലിയ വില കൊടുത്തൊരു ഒരു ലക്ഷറി കാറൊക്കെ വാങ്ങിയെന്ന് വിചാരിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി നമുക്ക് അങ്ങനെ കണക്കാക്കാം. ഓക്കെ, ഒരു 10-300 കോടി വിലയുള്ള ഒരു വാഹനം എന്ന് വിചാരിക്കും. അതിലേക്ക് നിങ്ങൾ ഏറ്റവും നല്ല പ്രീമിയം പെട്രോളൊക്കെ അടിച്ചു. പക്ഷെ ആ കാറിന്റെ എഞ്ചിനിലേക്കൊക്കെ ഇന്ധനം എത്തിക്കുന്ന ചെറിയ ട്യൂബുകളും പൈപ്പുകളും ഒക്കെ അത് മുഴുവൻ കട്ട പിടിച്ച് ബ്ലോക്ക് ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുക. ഈ സൈലൻസറിലൂടെ അതിന്റെ പുക പുറത്ത് പോകുന്നുമില്ല. അപ്പൊ എത്ര വലിയ വണ്ടിയാണെങ്കിലും ഈ വണ്ടി ഓടുമോ? ഇത് ഓടില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന 37-40 ട്രില്യൺ കോശങ്ങളിലും സംഭവിക്കുന്നത്. നമ്മുടെ സെൽ മെംബ്രെയിൻ ആണ് ഇതിന്റെ യഥാർത്ഥ കാവൽക്കാരൻ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ, പിക്ചറിൽ കണ്ടതുപോലെ. ഓക്കെ, അതായത് നമ്മൾ കഴിക്കുന്ന ഈ ഇപ്പോഴത്തെ ഒരു ഡയറ്ററി ഹാബിറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ omega 6 ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ആണെങ്കിലും, നമ്മൾ ഡയറി പ്രോഡക്ട്സ് ആണെങ്കിലും, കേക്ക്, ബിസ്ക്കറ്റ്, ഇങ്ങനെ നമ്മളെല്ലാം കഴിക്കുന്ന സാധനങ്ങളിലും നമുക്ക് ബോഡിയിലേക്ക് വരുന്ന omega 6 ആണ്. അപ്പൊ ഈ കോശഭിത്തി പതിയെ പതിയെ ഇതൊരു ഒരു കട്ടി കൂടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ പോലെയാവും. ഓക്കെ, അപ്പൊ omega 3 ഉണ്ടെങ്കിൽ മാത്രം, കാര്യം ഈ കോശങ്ങളുടെ മെംബ്രെയിൻ നിർമ്മിക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ള കൊഴുപ്പാണ് omega 3. ഇതില്ലാതെ വരുമ്പോഴാണ് ഈ ഒരു 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 സാഹചര്യം ഉണ്ടാവുക. അപ്പൊ ഇത് കട്ടിയായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എത്ര നല്ല സാധനങ്ങൾ കഴിച്ചാലും ഇതൊന്നും ഉള്ളിലേക്ക് പ്രവേശിക്കില്ല. അപ്പൊ അങ്ങനെയാണ് ഇത് ഉള്ളിലിരുന്ന് വീർക്കാൻ തുടങ്ങുക. ഇതിനെയാണ് ക്രോണിക് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി നമ്മുടെ ഗട്ടിന്റെ പ്രശ്നം കൂടി കൂടിച്ചേരുമ്പോൾ സംഗതി പൂർത്തിയായി. നമ്മുടെ ശരീരത്തിന് ഒട്ടും എന്താ പറയാ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ശരീരത്തിനുള്ളിൽ രൂപപ്പെട്ടു വരും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഓഫീസിലോ ഫീൽഡിലോ ഒക്കെ പോയി നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആകെ ക്ഷീണിച്ച് വലഞ്ഞ് വയ്യാണ്ടായി നമ്മളൊരു സോഫയിലേക്ക് ഒരു ഒരു ലഗേജ് പോലെ വന്ന് വീഴുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും, അല്ലെങ്കിൽ രാവിലത്തെ ആ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ചാടി എണീറ്റ് കുട്ടികളെ പോലെയൊക്കെ തന്നെ നല്ല ഫ്രഷായി ഉഷാറായി നമ്മൾ ചാടി കളിച്ചു, നമ്മൾ വൈകുന്നേരം അതേ എനർജിയിൽ നമ്മൾ കുട്ടികളോടൊപ്പം കളിക്കാനും അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ പോയി നിൽക്കുന്ന ആ ഒരു 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 ആ ഒരു പഴയൊരു 20 വയസ്സുകളിൽ ഒരു സ്റ്റാമിന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് സെല്ലുകൾ നമ്മൾ കറക്റ്റ് ചെയ്താൽ, ഗട്ട് കറക്റ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആദ്യത്തെ ഏറ്റവും മനോഹരമായ ആ ഒരു ഔട്ട്കം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്, അതാണ് കറക്റ്റ് ചെയ്യേണ്ടത്. രോഗം വന്ന് ചികിത്സിക്കലല്ല വെൽനസ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുടലിന്റെ കാര്യം. ഇപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കുക, നമ്മളൊരു ഇഷ്ടമുള്ള ഒരു ഭക്ഷണം, ഇപ്പൊ നിങ്ങൾ അത്യാവശ്യം നമ്മളിപ്പോ തൽക്കാലം ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ പലപ്പോഴും പറയും ഭക്ഷണം കഴിക്കുന്നതാണ് പ്രശ്നം. ഭക്ഷണം കഴിക്കുന്നതല്ല പ്രശ്നം. ഈ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പൊ നമ്മളൊരു ബിരിയാണിയോ മസാല ദോശ കഴിച്ചാൽ ഉടനെ നമുക്ക് നെഞ്ചരിച്ചിലും ഗ്യാസും വന്ന് ആകെ വീർപ്പും മുട്ടി പുളിച്ചത് കെട്ടി നമുക്ക് ഒന്നും നടക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്തൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം സന്തോഷത്തോടെ നമ്മൾ ആസ്വദിച്ച് കഴിച്ചിട്ടും വയറെപ്പോഴും ഒരു പ്രശ്നവുമില്ലാതെ ഒരു പൂവ് പോലെ എന്താ പറയുക, ഒരു അസ്വസ്ഥയും ഇല്ലാതെ നടക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു സുഖമുണ്ടാവും എപ്പോ നമ്മുടെ വയറിനുള്ളിൽ ശരിയായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ വിഘടിപ്പിക്കാൻ ഈ സൈന്യത്തിന് സാധിച്ചാൽ. ആ സൈന്യം എന്ന് പറയുന്നത് ഈ നല്ല ബാക്ടീരിയാസ് ആണ്. അതിനവർക്ക് വേണ്ട ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പ്രശ്നം ഇത് എങ്ങനെയാണ് നമ്മൾ ശരിയാക്കുക, എങ്ങനെയാണ് നമ്മൾ അറിയുക? ആദ്യം അറിയേണ്ടത്, നിങ്ങൾ ലാബുകളിലോ ഹോസ്പിറ്റലിലോ ചെന്ന് ചെയ്യുന്ന ടെസ്റ്റുകളിലൊന്നും തന്നെ നമുക്കിത് അറിയാൻ സാധിക്കില്ല. അവിടെയാണ് നമുക്കൊരു ഒരു പ്രോഗ്രാം, അതായത് നമ്മുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത്
ഒരു വാഹനം ഓടിക്കുമ്പോൾ, ഒരു കാർ ഓടിക്കുമ്പോൾ ഡാഷ്ബോർഡിൽ നമ്മൾ എഞ്ചിന്റെ പ്രവർത്തനങ്ങൾ, ഫ്യൂവൽ എന്തോരമുണ്ട്, ടെമ്പറേച്ചർ എത്രയുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് പോലെ ഒരു കണ്ണാടിയിൽ കാണുന്ന പോലെ നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ ഗട്ടിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അതിന് ഒരു കമ്പനി ഉണ്ട്. ആ ഒരു കമ്പനിയുടെ പേര് സിൻസിനോ എന്നാണ്. ഒരു സ്വീഡിഷ് കമ്പനിയാണ്. ഈ കമ്പനി ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കൊരു ടെസ്റ്റ് കിറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ടെസ്റ്റ് എടുക്കാൻ നമ്മൾ എവിടെയും പോകണ്ട. നമ്മൾ ഒരു ലാബിലും ഒരു ഒരു ലബോറട്ടറിയിലും എവിടെയും പോകണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ച ആൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആരാണോ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. നമ്മുടെ ഫിംഗർ ടിപ്പിൽ നിന്ന്, വിരൽ തുമ്പിൽ നിന്ന് 2 ഡ്രോപ്പ് ബ്ലഡ് എടുക്കുക. ഈ ബ്ലഡ് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഡൽഹിയിലേക്ക് അയക്കുക. ഡൽഹി സ്വീഡൻ എംബസിയിലാണ് ഈ കമ്പനിയുടെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവർ ഈ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് നോർവേ എന്ന രാജ്യത്തുള്ള ഓസ്ലോ സയൻസ് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന വിറ്റാസ് അനലിറ്റിക്കൽ സർവീസ് എന്ന് പറയുന്ന ഒരു ലാബുണ്ട്. ആ ഒരു ലാബുമായിട്ടാണ് ഈ കമ്പനി ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ആ ലാബ് ലോകത്തിലെ ഏറ്റവും വലിയ റിസർച്ച് അനലിറ്റിക്കൽ ലാബുകളിൽ ഒന്നാണ്. ഞാനതൊന്ന് ആ ഒരു ലാബിന്റെ ഒരു പിക്ചർ എടുക്കാൻ പറ്റുമോ നോട്ടെ, 1 സെക്കൻഡ്. യെസ്, ആണ് സിൻസിനോ എന്ന് പറയുന്ന കമ്പനി. സിൻസിനോ ആക്ച്വലി ഒരു സ്വീഡിഷ് കമ്പനിയാണ്. ഗോറ്റൻബർഗിലാണ് ഈ കമ്പനിയുടെ ഹെഡ് ഓഫീസ് ഒക്കെ. ഇവർ 100-ലധികം രാജ്യങ്ങളിൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു നാസ്ഡാക്ക് ലിസ്റ്റഡ് ആണ് കമ്പനി. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ്, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഒരു പബ്ലിക്കലി ട്രേഡഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ആൻഡ് ഇന്ത്യൻ ഓഫീസ് ഈസ് അറ്റ് ഡൽഹി. ആൻഡ് ഈ കമ്പനികളൊക്കെ സിൻസിനോന്റെ ഓണർഷിപ്പിലുള്ള കമ്പനികളാണ്. അതായത് ഫോൺ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് നോർവേയിലെ വലിയൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ആൻഡ് ഹാൻസൻ ഹെയ്ഡി എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി കോസ്മെറ്റിക് കമ്പനിയാണ്. സെലീസ് ഒരു വെൽനസ് കമ്പനിയാണ്, ഹെൽത്ത് ആൻഡ് വെൽനസ് കമ്പനിയാണ്, US ബേസ്ഡ് ആയിട്ട്. അതിപ്പോൾ ഇവരുടെ ഓണർഷിപ്പിലാണ്. ആൻഡ് ക്ലിയാന്തി ആൽഫോലിനിക് എന്ന് പറയുന്നത് ഒരു ഒലിവ് ഓയിൽ മാനുഫാക്ചറിങ് കമ്പനി, സ്പെയിൻ, ബാർസലോണ, അത് ഇവരുടെ ഓണർഷിപ്പിലാണ്. അതുപോലെ സുർവിറ്റ, VMA ലൈഫ്, ബയോ ആക്റ്റീവ് ഫുഡ്സ് ഒരു സിറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള അഗെയിൻ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനിയാണ്. സുർവിറ്റ ഈസ് എ വെരി ബിഗ് കമ്പനി ഇൻ US. ആൻഡ് ട്രൂവി ഈസ് എ കൊറിയൻ കമ്പനി. ബോഡി പ്രോ ഈസ് എ ജാപ്പനീസ് കമ്പനി. ഇതൊക്കെ ഇപ്പോൾ ഇവരുടെ ഓണർഷിപ്പിലാണ്. ഈ കമ്പനികളിലേക്ക് ഇവർ സിൻസിനോ ഏറ്റെടുത്ത് കഴിഞ്ഞു. സോ ഇന്ന് ലോകത്തിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖലയിൽ കമ്പനിയാണ്. അപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് തുടങ്ങുക. അപ്പോൾ ഇവിടെയാണ് ഈ ടെസ്റ്റ് ബേസ്ഡ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രാധാന്യം. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വർക്ക് ആവുണ്ടോ ഇല്ലയോ നമുക്ക് അറിയുന്നില്ല. ഓക്കെ, പല സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കും. എല്ലാം അറിയുന്നത് നമ്മൾ രോഗിയായതിനു ശേഷം മാത്രമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ രോഗത്തിന് മുമ്പ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ ഒരു ടെസ്റ്റിനെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത്. ഇത് ആക്ച്വലി ദിസ് ടെസ്റ്റ് ഈസ് കോൾഡ് ബാലൻസ് ടെസ്റ്റ്. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എടുക്കാം. ഇതാണ് ഈ ലാബ്. ഈ ലാബ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ ലാബ് സന്ദർശിച്ചിരുന്നു. ഇവര് വലിയൊരു സിസ്റ്റമാണ്. കാര്യം ഗ്ലോബലി ഈ കമ്പനി സിൻസിനോ കമ്പനി 100-ലധികം രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ടെസ്റ്റ് സാമ്പിൾസ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ടെസ്റ്റുകൾ ഒരേ സമയം ചെയ്യാൻ സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളുള്ള ഒരു ടെസ്റ്റ് ലബോറട്ടറിയാണ്. ഇവരുടെ ഒരു ചാനൽ പാർട്ട്നേഴ്സ് എന്ന് പറയും. ഇവരുടെ ഒരു എന്താ പറയുക സർവീസ് ഉപയോഗപ്പെടുത്തുന്നത് ഈവൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഒളിമ്പിക് അസോസിയേഷൻസ്, അതുപോലെ വലിയ വലിയ യൂണിവേഴ്സിറ്റീസ്, ഫാർമ കമ്പനികൾ, ദേ ഓൾ യൂസ് ദിസ് ഫെസിലിറ്റി. അവരൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് വിറ്റാസ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ, നമ്മുടെ ബ്ലഡ് കൊടുത്താൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു. അതിന് ഏറ്റവും ലോകത്തിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ലാബിൽ നിന്നാണ് ഇത് ലഭിക്കുക എന്നർത്ഥം. ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്കൊരു കാറിന്റെ ഡാഷ്ബോർഡിൽ നമ്മുടെ എഞ്ചിൻ കപ്പാസിറ്റി കാണുന്നത് പോലെ നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തന മികവ് നമുക്ക് ഈ റിപ്പോർട്ടിൽ അറിയാൻ പറ്റും. ദിസ് ഈസ് ദ ടെസ്റ്റ് യു ഹാവ് ടു ഡു. ഓരോ മനുഷ്യനും അവന്റെ ലൈഫിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 പ്രാവശ്യമെങ്കിലും ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ ഇത് എടുക്കേണ്ടതുണ്ട്. നിലവിൽ നമ്മുടെ കണ്ടീഷൻ അറിയേണ്ടതുണ്ട്. ഒമേഗ 3 ഇൻഡെക്സ് എത്രയുണ്ട്, റേഷ്യോ എന്താണ്, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്താണ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ നിങ്ങളോട് ഒരു ഗൂഗിൾ AI മോഡിലോട് അല്ലെങ്കിൽ ഒരു ചാറ്റ് GPT അങ്ങനെയുള്ള ഒരു ടൂൾസിനോട് ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇതാണ് നമുക്കൊരു പ്രധാന കാര്യം. ദെൻ ഇത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? ഈ സിൻസിനോ കമ്പനി ഒരു വളരെ വലിയൊരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സയന്റിസ്റ്റുകളുണ്ട്. ഓക്കെ, ഈ സയന്റിസ്റ്റുകളൊക്കെ തന്നെ
റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അത് കമ്പനിയുടെ തന്നെ ഒരു ഇൻഹൗസ് സിസ്റ്റമാണ്. അപ്പൊ ഇവര് ഒരുപാട് ഫോർമുലേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് തല പുകഞ്ഞ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വന്ന് ഫോക്കസ് നഷ്ടപ്പെടുന്ന അവസ്ഥ എന്നൊക്കെ മാറി നമ്മളൊരു ഒരു 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 എന്താ പറയാ ഒരു ശാന്തമായ ഒരു തടാകം പോലെ നമ്മൾ വളരെ ശാന്തമായി അല്ലെങ്കിൽ കൃത്യമായ ഫോക്കസോടു കൂടി സമാധാനത്തോടു കൂടി വലിയ കാര്യങ്ങൾ പോലും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് പവറിലേക്ക് നമ്മൾ വരുവാണ്. എങ്ങനെയുണ്ടാവും? തലച്ചോറിലെ കോശങ്ങൾക്ക് ശരിയായ ഒമേഗ 3 ലഭിക്കുമ്പോൾ, അതായത് എസ്പെഷ്യലി DHA ഒക്കെ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഔട്ട്കം ഇതാണ്. അപ്പൊ ഈ DHA അല്ലെങ്കിൽ EPA പോലത്തെ സാധനങ്ങൾ എവിടുന്ന് കിട്ടുക? ഇത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുക. പ്രധാന പ്രശ്നം നമ്മുടെ ഭക്ഷണത്തിലൊന്നും ഇപ്പൊ ഇതില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവര് ഈ ഒരു സ്പെഷ്യൽ ഫോർമുലേഷൻ, അതായത് ഒരു 60% ഫിഷ് ഓയിലും 40% ഒലീവ് ഓയിലും അടങ്ങുന്ന ഒരു പ്രത്യേക ഒരു ഫുഡ് ഫോർമുല ഇവിടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിഷ് ഓയിൽ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഒമേഗ 3 സപ്ലിമെന്റ്സ് ഒക്കെ മാർക്കറ്റിൽ ഒരുപാടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പലരും അത് കഴിക്കുന്നുണ്ടാവും. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിഷ് ഓയിൽ വളരെ ഫ്രജൈലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് കേടായി പോകും. ഓക്കെ, ഇത് വളരെ പെട്ടെന്ന് ഓക്സിഡേഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിന്റെ ഉള്ളിൽ വന്ന് കോശങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമാണ്. അതുകൊണ്ടാണ് സിൻസിനോ ഇവരൊരു സ്പെഷ്യൽ ഫോർമുലേഷൻ, ഈ ഫിഷ് ഓയിൽ, വൈൽഡ് കോട്ട് ഫിഷ് ഓയിൽ അത് എക്സ്ട്രാക്ട് ചെയ്ത ഉടനെ അതിനെ പോളിഫിനോൾസ്, അതായത് വളരെ കൃത്യമായി ശേഖരിച്ചിട്ടുള്ള പ്രീ ഹാർവസ്റ്റ് ഒലീവ്, അതായത് പഴുക്കുന്നതിന് മുമ്പ് ശേഖരിച്ചിട്ടുള്ള ഒലീവ് ഓയിൽ പോളിഫിനോൾസിൽ മിക്സ് ചെയ്ത് അതിനെ എന്താക്കുന്നത്, അതിനെ സംരക്ഷിക്കുന്നത്, അതായത് അതൊരു ഓക്സിഡേഷൻ സംഭവിക്കാത്ത ഒരു ഫോമിലേക്ക് ബ്ലെൻഡ് ചെയ്ത് നമുക്കത് ഒരു ഡെയിലി ഒരു സ്പൂൺ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഇത് കൃത്യമായി എത്തിച്ചേരും. ഇത് കേടാവില്ല, കോശങ്ങളിലേക്ക് എത്തിച്ചേരും. അത് നമുക്ക് എന്താവും, നമുക്ക് ശരിയായ രീതിയിൽ കോശങ്ങളെ അത് സംരക്ഷിക്കും. അതിനകത്ത് നമുക്ക് ഈ പറയുന്ന EPA, DHA, വൈറ്റമിൻ D3, വൈറ്റമിൻ E പോലെ നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഒട്ടനവധി പോഷകങ്ങളുടെ ഒരു ബ്ലെൻഡാണ്. ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം നമ്മൾ ഒരു സ്പൂൺ ഫുൾ ഓയിൽ നമ്മൾ ഇത് കഴിക്കുക. ഇത് വളരെയധികം സർട്ടിഫൈഡ് ആണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു FSSAI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തും വിൽക്കാം. എന്നാൽ ഈ പ്രോഡക്റ്റ്, ഈ ഫോർമുലേഷൻ അങ്ങനെയല്ല. ഇത് വളരെയധികം, ഇത് പ്രത്യേകിച്ച് ഈ സ്പോർട്സിലും ഒളിമ്പിക്സിലും ഒക്കെ പങ്കെടുക്കുന്ന ആളുകൾ കഴിക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിറ്റി കൺട്രോൾ, സർട്ടിഫിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരത്തിൽ ലോകോത്തര സർട്ടിഫിക്കേഷൻസിൽ വരുന്ന ഒരു ഫോർമുലയാണ്. ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം തന്നെ ഐസ്ലാൻഡ്, നോർവേ പോലെയുള്ള രാജ്യങ്ങളിലാണ്. അവിടെ നിന്നാണ് നമുക്കിത് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ. ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് ഏത് ഏജ് ഗ്രൂപ്പിലും, നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ, ഓക്കെ, ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ നമുക്കിത് കൊടുത്തു തുടങ്ങാം. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവരുടെ മെമ്മറി വർദ്ധിക്കുന്നതിനും ഫോക്കസ് കറക്റ്റ് ആവുന്നതിനും അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് അവരെ വലിയ ഫോക്കസ്ഡ് ആയി കോൺസെൻട്രേഷൻ കറക്റ്റ് ആക്കി അവരുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും, അതുപോലെ തന്നെ നമ്മൾ ഗർഭിണികളായിട്ടുള്ള ആൾക്കാരും വളരെ നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ്. ഓക്കെ, കാര്യം അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാർ, കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് 2-3 കോടി കോശങ്ങൾ പുതുതായിട്ട് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ റിപ്പയറിംഗ് നടക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ട സാധനങ്ങളാണ്, അതിൽ വേണ്ട പ്രധാനപ്പെട്ട ചേരുവകളാണ് ഈ പറയുന്ന EPA, DHA എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് ശരാശരി ക്വാണ്ടിറ്റി നമ്മുടെ ശരീരത്തിനകത്ത് ദിനം പ്രതി ലഭിച്ചേ പറ്റൂ. അപ്പൊ ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു അമ്മ എന്ന് പറയുന്നത് ഈ 3 കോടി കോശങ്ങളല്ല. ഒരു കുഞ്ഞ് വളരെ വേഗതയിലാണ് അമ്മയുടെ ശരീരത്തിൽ രൂപം കൊള്ള വളർച്ച പ്രാപിക്കുന്നത്. അപ്പൊ ആ കുഞ്ഞിന് വളരെ അനാവശ്യമായ എല്ലാ പോഷകങ്ങളും അമ്മയുടെ ഭക്ഷണത്തിലൂടെ മാത്രമേ ലഭിക്കൂ, അമ്മയുടെ ശരീരത്തിൽ നിന്ന് മാത്രമേ കുഞ്ഞിന് ലഭിക്കൂ. അപ്പൊ അമ്മയുടെ ശരീരത്തിൽ ഇത് കൃത്യമായ ഒരാള് ഒരു ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന റേഷ്യോ, നമ്മുടെ ഒമേഗ 3 ഇൻഡെക്സ് മിനിമം ഒരു 8% മുകളിലെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ റേഷ്യോ omega 6 to 3 റേഷ്യോ നമ്മൾ 3:1 താഴത്തേക്ക് കൊണ്ടുവരണം. സെൽ മെമ്പറിൻ ഫ്ലൂയിഡിറ്റി കറക്റ്റ് ആണ് എന്ന് ബോധ്യപ്പെടണം. ഇതൊക്കെയാണ് ആരോഗ്യം സംരക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ടെസ്റ്റുകൾ. അപ്പൊ അത്തരത്തിൽ നമുക്ക് വെറുതെ ഊഹങ്ങൾ വെച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാലം കഴിഞ്ഞു. ഇത് മാത്രമല്ല, ഇതെല്ലാം വളരെ ഡോക്യുമെന്റഡ് ആണ്. ഇപ്പൊ യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി എൻ്റെ യൂറോപ്പിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അവർ ഏകദേശം 18ഓളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് അവർ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അതായത് ഇത് ബ്രെയിൻ ഫംഗ്ഷനെ നോർമലാക്കുന്നു, ഹാർട്ടിന്റെ ഫംഗ്ഷൻ നോർമലാക്കുന്നു, ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ബ്രസ്റ്റ് ഫെഡ് ഇൻഫാൻസ് തുടങ്ങി
ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, ഇങ്ങനെ ഇതെല്ലാം നോർമൽ, ട്രൈഗ്ലിസറൈഡ്സ് ഇതെല്ലാം നോർമൽ ആക്കുന്നു എന്ന് 18ഓളം, നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാം. ഓക്കെ. അപ്പൊ അത്രമാത്രം നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമായ, അല്ലെങ്കിൽ നമ്മുടെ രോഗത്തിലേക്ക് നമ്മൾ പോവാതെ ശരീരത്തിന്റെ ആ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയാക്കുന്ന ഒരു സംവിധാനമാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഈ സിൻസിനോ ബാലൻസ് ഓയിൽ. ഇത് സാധാരണ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, സാധാരണ നമ്മൾ വിപണിയിൽ കിട്ടുന്ന ഫിഷ് ഓയിൽ ക്യാപ്സ്യൂളുകൾ അതല്ല, അതൊക്കെ നമ്മുടെ ഉള്ളിൽ എത്തുമ്പോഴത്തേക്കും അത് ഓക്സിഡൈസ് ചെയ്ത് നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ ഇത് നമുക്ക് തനതായിട്ടുള്ള ഈ ഫിഷ് ഓയിൽ, വൈൽഡ് കോട്ട് ഫിഷ് ഓയിൽ എന്നാണ് പറയുക. അപ്പൊ അതെല്ലാം ചേർത്തുണ്ടാക്കുമ്പോൾ 120 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നമ്മുടെ കോശങ്ങളെ 3:1 എന്ന തികഞ്ഞ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. ഇത് നമുക്കിവിടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ടെസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ബാലൻസ് ഓയിൽ. രണ്ടാമത്തേതാണ് സിനോബയോട്ടിക് പ്ലസ്. ഇത് നമ്മുടെ വൻകുടലിലെ ഈ നേരത്തെ പറഞ്ഞ ആ ബാക്ടീരിയകൾക്ക്, നല്ല ബാക്ടീരിയകൾക്ക് ആവശ്യമായ 8 തരത്തിലുള്ള, എന്ന് വെച്ചാൽ ഇവർക്ക് ദിവസം ഒരു 7 8 തരത്തിലുള്ള വ്യത്യസ്ത ഫൈബറുകൾ വേണം. ഇത് നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതാണ് പ്രശ്നം, ലഭിക്കുന്നില്ല. അപ്പൊ അത്തരത്തിലൊരു 8 ഡിഫറെന്റ് ടൈപ്പ് പ്രീബയോട്ടിക് ഫൈബറിന്റെ ഒരു ബ്ലെൻഡാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലെൻഡാണ്. നമ്മൾ ആകെ ചെയ്യേണ്ടത് 1 2 സ്കൂപ്പ് ഡെയിലി നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ ഭക്ഷണത്തോടൊപ്പമോ ഭക്ഷണശേഷമൊക്കെ ഇത് കഴിക്കുക. ഓക്കെ. അത് വളരെ പ്രത്യേകപ്പെട്ട ഒരു ഫോർമുലയാണ് സിനോബയോട്ടിക് പ്ലസ്. ഇപ്പൊ ഇന്ത്യയിൽ അത് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ യഥാർത്ഥ നമ്മുടെ കുടലിന്റെ ആ ഒരു ആവരണം സംരക്ഷിക്കുക, നമ്മുടെ പ്രതിരോധ ശേഷി സംരക്ഷിക്കുക, നമ്മുടെ ലിപ്പിഡ് മെറ്റബോളിസം, അതുപോലെ തന്നെ ഷുഗർ മെറ്റബോളിസം, GLP-1 എൻഹാൻസ് പ്രൊഡക്ഷൻ സ്റ്റിമുലേഷൻ, ഇങ്ങനെ നമുക്ക് ഒരുപാട് ശരീരത്തിന് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ഇതിലൂടെ ലഭിക്കും. അപ്പൊ ആകെ ചെയ്യേണ്ടത് ഇതേ ഉള്ളൂ. ഇതിനൊരു ഹെൽത്ത് പ്രോട്ടോകോൾ എന്നാണ് പറയുക, സിൻസിനോ ഹെൽത്ത് പ്രോട്ടോകോൾ. ഒരു സ്പൂൺ ഫുൾ ഓഫ് ഓയിൽ, 2 സ്കൂപ്പ് പൗഡർ സിനോബയോട്ടിക്. അപ്പൊ അത് 2 സ്കൂപ്പ് ഒറ്റയടിക്ക് നമ്മൾ തുടങ്ങരുത്. നമ്മളൊരു 1/4 സ്കൂപ്പിലൊക്കെ തുടങ്ങി പതിയെ 1/2 സ്കൂപ്പ്, 1 സ്കൂപ്പ്, 1.5 സ്കൂപ്പ്, അങ്ങനെ പതിയെ ഗ്രാജുവലി ഒരു 2 സ്കൂപ്പിലേക്ക് എത്തുക. ഒറ്റയടിക്ക് നമ്മൾ ഈ ബാക്ടീരിയാസിന്റെ സ്വഭാവം മാറ്റാൻ പോകരുത്, അത് നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കും. ഓക്കെ. അപ്പൊ ഈ 2 കാര്യങ്ങൾ ചേരുന്നതിനെയാണ് നമ്മൾ സിൻസിനോ 120 ഡേയ്സ് ഹെൽത്ത് പ്രോട്ടോകോൾ എന്ന് വിളിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു ശീലമായി മാറിയേ പറ്റൂ, ഇഫ് യു വാണ്ട് ടു സ്റ്റേ ഹെൽത്തിയർ ആൻഡ് ലിവ് ലോങ്ങർ. അതായത് നമ്മളൊരു ഒരു ഒരു ഓ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ വില കൊടുത്തൊരു വാങ്ങിയിട്ട് ഒരു ലക്ഷറി കാറ് ഇത് എങ്ങനെ ഓടിക്കണം എന്ന് പഠിക്കാതെ, ഇതിലേക്ക് എന്ത് കൊടുക്കണമെന്ന് അറിയാതെ ഇത് ഗരാജിൽ ഇടുന്നത് എത്രമാത്രം മണ്ടത്തരമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡി. ഇതിന് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കാതെ, ഇതിന് എന്താ വേണ്ടതെന്ന് കൊടുക്കാതെ, ഇതിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊടുത്തോണ്ടിരുന്നതിന് സ്വാഭാവികമായിട്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ICU ചെന്ന് അവസാനിക്കും. ഉണ്ടാക്കിയ പൈസ മുഴുവൻ ആശുപത്രിയിൽ, ട്രീറ്റ്മെന്റ് സെന്റേഴ്സിൽ കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മളിത് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ ഇത് ചെയ്തിട്ടില്ല, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ശരീരം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനെ ശരീരത്തിന് റീജനറേറ്റ് ചെയ്യാൻ പറ്റും, പുതുക്കി പണിയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ കോശങ്ങൾ സമയങ്ങളിൽ അത് മാറി പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മിസ്റ്റേക്കുകളൊക്കെ പറ്റാം. കാര്യം ജനിച്ച ഉടനെ ഒരു കുഞ്ഞും എന്ത് ചെയ്യുന്നില്ല, ആദ്യം തന്നെ ഒറ്റയടിക്ക് നടന്നു പോവാറില്ല. തുടക്കത്തിലൊക്കെ അത് കുഞ്ഞ് പതിയെ പതിയെ പിച്ച വെച്ച് നടക്കാൻ ശ്രമിക്കും. അത് വീഴുമെങ്കിലും ഓരോ ദിവസവും ആ കുഞ്ഞ് ശ്രമം തുടരും, ഒടുവിൽ അത് തനിയെ നടക്കാൻ തുടങ്ങും. അതുപോലെയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും. ഓരോ ദിവസവും നമ്മൾ സ്വയം മെച്ചപ്പെടുത്തി കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കൊണ്ടുവരിക. ആൻഡ് ദ ഗുഡ് ന്യൂസ് ഈസ് ദാറ്റ് നമുക്കിതൊരു 120 ദിവസത്തിനുള്ളിൽ ഇത് മെച്ചപ്പെടുത്താം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്കൊരു 70 80 വയസ്സൊക്കെ ആവുമ്പോൾ ഈ ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ മരുന്നിന്റെ മണവും ഫിനോയിലിന്റെ മണവും ഡെറ്റോളിന്റെ മണമുള്ള ആ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയി മരുന്നിന്റെ ഫയലുമായിട്ട് വീൽ ചെയറിലും സ്ട്രെച്ചറിലും വരാന്തകളിലും ഒക്കെ ക്യൂ നിൽക്കാതെ, മക്കളുടെയോ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെയോ ആരുടെയും കൈയും പിടിക്കാതെ കാലും പിടിക്കാതെ സ്വന്തം കാലിൽ ഒരു സിംഹത്തെ പോലെ ഗാംഭീര്യത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നടന്നു പോകുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ചിത്രം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. അതായത് ഒരാളെയും ഒന്നിനും ആശ്രയിക്കാതെ ആ ഒരു രാജകീയമായ ഒരു ആയുർദൈർഘ്യം. ഇതാണ് യഥാർത്ഥ ഹെൽത്ത്. ആ ഒരു ഹെൽത്തിലേക്കാണ് നമുക്ക് ഈ ഹെൽത്ത് പ്രോട്ടോകോള് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഒരു ബയോളജിക്കൽ ഏജിങ്. അതായത് ഈ കോശങ്ങൾ വളരെ വേഗത്തിൽ ഡീജനറേറ്റ് ചെയ്യുന്നതിനെയാണ് ബയോളജിക്കൽ ഏജിങ് എന്ന് പറയാം. അപ്പൊ അത്തരത്തിൽ നമ്മുടെ കോശങ്ങളെ നമ്മൾ പ്രായമാകാൻ വിടരുത്, സമ്മതിക്കരുത്. ഇന്ന് രോഗിയായിട്ട് നമ്മൾ കിടക്കയിൽ വീഴുന്നതിന് മുമ്പ് സ്വന്തം ശരീരത്തിന്റെ ഒരു യഥാർത്ഥ അവസ്ഥ നമ്മൾ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 150 കൊല്ലം മുൻപ് വരെ ഒരു ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 40 വയസ്സ് മാത്രമായിരുന്നു.
150 കൊല്ലം മുമ്പ് വരെ. കഴിഞ്ഞ 150 വർഷത്തിനുള്ളിലാണ് ഒരു മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യം 80 വയസ്സിലേക്ക് എത്തിയത്. അതായത് ഈ 150 വർഷത്തിനുള്ളിലുണ്ടായിട്ടുള്ള ആധുനിക പുരോഗതികൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും സാനിറ്റേഷന്റെ കാര്യത്തിലാണെങ്കിലും ഹൈജീന്റെ കാര്യത്തിലാണെങ്കിലും ആന്റിബയോട്ടിക്സിന്റെ കാര്യത്തിലാണെങ്കിലും അതിലൊക്കെ മോഡേൺ മെഡിസിൻ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോ ആ കാര്യം മാറാൻ പോവാണ്. ഇപ്പൊ എന്താണ് ആളുടെ പേര്, ഒരു റിസ് കഴ്സ്വീൽ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇൻവെന്റർ ആയിട്ടുള്ള ഒരാളുണ്ട്. ഓക്കെ, ഒരുപാട് ഡേവിഡ് സിൻക്ലെയർ എന്നൊക്കെ പറയുന്ന വലിയ വലിയ ഹെൽത്ത് ആൻഡ് ബയോടെക്നോളജി മേഖലയിലൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ റിസ് കഴ്സ്വീൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് 2033 വരെ ആരോഗ്യത്തോടു കൂടി പിടിച്ചു നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുർദൈർഘ്യം ഒരുപക്ഷെ 150 വയസ്സ് വരെയൊക്കെ നമുക്ക് നീട്ടാൻ സാധിക്കുന്നൊക്കെയാണ് പറയുന്നത് സയൻസ്. ഓക്കെ, അപ്പൊ 150 വയസ്സോ 200 വയസ്സോ എന്നല്ല നമ്മുടെ ലക്ഷ്യം. ജീവിച്ചിരിക്കുന്ന കാലഘട്ടം നമ്മൾ ഒരാളെ ആശ്രയിക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാജകീയമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ഓക്കെ, ജീവിച്ചു മരിക്കണം. ഓക്കെ, അല്ലാതെ മരിച്ചു ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുക എന്നതാണ് ഈ ഹെൽത്ത് പ്രോട്ടോകോളിന്റെ ലക്ഷ്യം. ഇത് നമുക്ക് ഇപ്പൊ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഒരു 10,000 5,000 4,000 ഒരു 10,000 8,000 8,500 രൂപയ്ക്കൊക്കെ നമുക്കിത് അവൈലബിൾ ആണ്. ടെസ്റ്റും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും അവരത് ഷെയർ ചെയ്ത് തരും. നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഇത് നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കുക എന്ന് നമുക്ക് പറഞ്ഞു തരും. എന്തായാലും ഈ സൂം സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സുരക്ഷിതരായിരിക്കുക, ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. സി യു, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമുക്ക് see you next week, same time. If you have any questions, you can come forward and ask. Thank you. Thank you, sir. Thank you. Thank you. Manirathan sir, over to you. യെസ് സർ. Yes. വളരെ വളരെ മനോഹരമായിട്ടുള്ള, അതായത് ഈ വെൽനസ് അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നത് ആ ഒരു സബ്ജക്റ്റ് തന്നെ ഒരു എന്താ പറയാ, ഒരു ഡ്രൈ സബ്ജക്റ്റ് ആണ്. നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കുക എന്ന് പറയുന്നതും അത് കേട്ടിരിക്കുക എന്ന് പറയുന്നതും ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. പക്ഷെ അതിനെ ഒരു എന്താ പറയാ, ഒരു കവിത ചൊല്ലുന്ന അത്ര ലാഘവത്തോടു കൂടി വളരെ മനോഹരമായിട്ട് ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നാണ്. ഞാനിപ്പോ അത് നോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 3 പേജിലധികം സാധനം കിട്ടി. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്. നമുക്ക് ഉപയോഗിക്കാനും മറ്റാരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഒരു റെഫറൽ ഗ്രന്ഥമാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം. കാരണം ഞാൻ ഇതിനൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു റെക്കോർഡ് ബുക്ക് തന്നെയാണ്. ഈ റെക്കോർഡ് ബുക്കിലാണ്. കാരണം നമ്മൾ ചെറിയ ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് അത്ര ആയുസ് ഉണ്ടാവുള്ളൂ, അല്പായുസാണ്. ഇത് നമ്മളുടെ ജീവിതം മാത്രമല്ല ഇതിന്റെ ആയുസ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പേരക്കുട്ടികളും മറച്ചു നോക്കുന്ന സമയത്ത് അവർക്ക് കൂടി ഇത് ഉപയോഗപ്പെടുത്തണം എന്നാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വൃത്തിയായിട്ട് അത് ആർക്കും വായിക്കാവുന്ന രീതിയിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു അസറ്റാണ്. അത് അസറ്റ് തന്നെയാണ്, നമ്മുടെ സമ്പാദ്യമാണ്. ആരോഗ്യത്തിൽ നിക്ഷേപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെ നിക്ഷേപിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ എവിടെ നിക്ഷേപിച്ചാലും അത് ആശുപത്രിയിലേക്കുള്ളതാണ്. ആരോഗ്യത്തിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. മക്കളോടൊപ്പം പേരമക്കളോടൊപ്പം നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടാവും. അതിനുള്ള കാര്യങ്ങളാണ് ഇന്ന് ഷാജി സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ പറഞ്ഞു തന്നത് എല്ലാം എന്നൊന്നും ഞാൻ പറയുന്നില്ല, തന്നത് എല്ലാം പ്രാവർത്തികമാക്കാന്നൊന്നും ഞാൻ പറയണില്ല. 10%, വെറും 10% നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും അടുത്ത ആഴ്ചകളിൽ വന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ പറയുന്നുണ്ടാവും. കാരണം ഇന്നലെ ഒരു ഫാമിലി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മിറാക്കിൾ റിസൾട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം ആ ഫാമിലിയൊക്കെ സംബന്ധിച്ചിടത്തോളം അവര് ഇവിടുന്ന് പോയതാണ്, ഭൂമിയിൽ നിന്ന് പോയ ആളുകൾ തിരിച്ചു വന്ന അവരനുഭവങ്ങൾ പറഞ്ഞതാണ് ഇന്നലെ നമ്മൾ കേട്ടിട്ടുള്ളത്. അതാണ് ഇതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഷാജി സാർ നമുക്ക് തന്നിട്ടുള്ളത്. താങ്ക് യു സാർ. എല്ലാവർക്കും വേണ്ടി ഞാൻ സാറിനോട് നന്ദി പറയാണ്. താങ്ക് യു ആൾ. Thank you and good night, sir. Thank you. Bye. Good night.